പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി വന്ന ഒരാളാണ്. കാരണം ഞാൻ ഇതിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കാൻ കാരണം ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ എന്റെ നട്ടലിന്റെ L4 L5 ഡിസ്ക് തേയ്മാനായിരുന്നു. ഈ തേയ്മാനത്തിന് ഞാൻ ഒരു 8 വർഷം കൊണ്ട് ഒരു 3-3.5 ലക്ഷം രൂപ ഞാൻ എന്റെ നടുവിനായിട്ട് മുടക്കിയതാണ്. ആയുർവേദമാണ് ഞാൻ 8 വർഷം കണ്ടത്. കാരണം ഈ ആയുർവേദം കഴിച്ചിട്ടൊന്നും എനിക്ക് എന്റെ വേദന പെയിൻ ഒരു 6 മാസമൊക്കെ വേദനയ്ക്ക് ചെറിയൊരു മാറ്റം വരും. വീണ്ടും 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ആ പെയിൻ വരും. അപ്പൊ എല്ലാ വർഷവും ഞാൻ നടുവിന് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്തിയത് പരുത്തിയിൽ കീഴിൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്, ഫേമസ് ഹോസ്പിറ്റലാണ്. അവിടെ ഒരു 1.25 ലക്ഷം രൂപ മുടക്കിയാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നടത്തിയത്. അങ്ങനെ ഒരു 8 വർഷം കാലം ആയുർവേദം മരുന്നൊക്കെ മേടിച്ച് ഉപയോഗിച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു 3-3.5 ലക്ഷം രൂപ മുടക്കി എന്നുള്ളതാണ്. കാരണം എന്റെ വീട്ടിൽ ഒരു വലിയൊരു ബോണി ഇരിക്കുന്നുണ്ട് സ്റ്റീലിന്റെ, അതില് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ 8 വർഷം കൊണ്ട് മേടിച്ച കുറെ ആയുർവേദ മരുന്നുകളൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് നടുവിൽ പെയിൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വൈഫ് പറഞ്ഞു, യോഗ ഒന്ന് പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞരമ്പ് സംബന്ധമായ അസുഖമൊക്കെയാണ്, ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെയാണ് ഞാൻ രാജു കൊയ്ക്കർ സ്വാമി എന്നെ ഈ സ്വാമിയുടെ അടുത്ത് ഞാൻ യോഗ പഠിക്കാൻ സ്വാമിയാണ് എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത്. എന്തായാലും നമുക്ക് ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ച്. വലിയ വിശ്വാസമൊന്നും ഉണ്ടാകുന്നില്ല, കാരണം 8 വർഷമായിട്ട് മാറാത്ത നടുവേദന ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ മാറുമെന്നുള്ളൊരു വിശ്വാസമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും സ്വാമി പറഞ്ഞ അനുസരിച്ച് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചു. നോവേദന ക്യാപ്സൂള്, നോവേദന ജെല്ല്, ചാമ്പി തൈലം, അതുപോലെ തന്നെ നാൽഷ്യം, ഇത്രയും സാധനമാണ് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ മേടിച്ച് ഉപയോഗിച്ചത്. അത് സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഈ കാലില് വലത് കാല് അരക്കി ഇപ്പോൾ കാൽപാദം വരെ ശരിക്കും മരയിച്ചു പോയതാണ്. ഒരു കാല് മൊത്തം മരയിച്ചു പോയതാണ്. ചവിട്ടിയാലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ ആദ്യമേ തിരുമി വൈദ്യം പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5 കിലോമീറ്റർ രാവിലെയും വൈകുന്നേരം നടക്കാനാണ് പറഞ്ഞു. ഞാൻ രാവിലെ വൈകുന്നേരം 5 കിലോമീറ്റർ നടക്കാറ്. അപ്പൊ നമ്മുടെ ഈ മുട്ടിന് കീഴ്പോട്ടുള്ള ഈ മസിലിന്റെ അടുത്ത് വലിയൊരു ബോള് പോലെ ഈ നീർക്കെട്ട് വന്ന് ഉരുണ്ട് വന്നിട്ട് അത് തിരുമിയിട്ട് ഉടയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഈ 5 കിലോമീറ്റർ നടന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്വാമിയുടെ അടുത്ത് ഞാൻ ദൈവാധീനം കൊണ്ട് ചെന്ന് പെടുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ ഈ ചാമ്പിത്തൈലം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഈ ഭയങ്കര വേദന. അപ്പൊ ആദ്യത്തെ വേദനക്കാലം കൂടുതലായിരുന്നു. കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങി. ഞാൻ സ്വാമിനെ വിളിച്ച് ചോദിച്ചു, സ്വാമി ഇത് പണ്ടുണ്ടായിരുന്ന വേദനേക്കാളും ഭയങ്കര കൂടുതലല്ലോ സ്വാമി, ഇത് മാറുമെന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, അല്ലേ കുഴപ്പമില്ല, എന്തായാലും വേദന ഉണ്ടല്ലോ അത് മാറാനുള്ള ലക്ഷണമായിരിക്കാം, ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സ്വാമിനെ വിശ്വസിച്ച് വീണ്ടും ഞാനത് കണ്ടിന്യൂ ചെയ്ത് ഒരു 10-15-16 ദിവസമൊക്കെ ആ വേദന പെയിൻ പയ്യെ കുറയാൻ തുടങ്ങി. ആ മുട്ടിന്റെ താഴെ ഉണ്ടായിരുന്ന മസിലിന്റെ അടുത്ത് ആ ബോൾ പോലെ ഇരുന്ന നീർക്കെട്ട് അത് പയ്യെ ചുങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നു. ഞാനൊരു 6 മാസം കണ്ടിന്യൂ ഉപയോഗിച്ചു. അതിന്റെ കൂടെ ന്യൂട്രി ലൈഫും കൂടി മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് മാറി. ഇന്നൊരു 4 വർഷമായിട്ട് നടുവേദന എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഗതി എനിക്ക് വന്നിട്ടില്ല. ഇതേവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. നടുവേദനയ്ക്ക് ഒരു ട്രീറ്റ്മെന്റ് നടത്തുമോ, അല്ലെങ്കിൽ ഞാൻ എലിക്ക് ഇഞ്ചക്ഷൻ എടുക്കാറ്. നടുവേദന പെയിൻ കൂടുന്ന സമയത്തൊക്കെ ഞാൻ പട്ടിവെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോയി ഞാൻ എലിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. ആഴ്ചയിലൊക്കെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ ഇനി ഇഞ്ചക്ഷൻ വരണ്ട, ഇഞ്ചക്ഷൻ എടുത്ത് തരില്ല ഡോക്ടർ തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പോകാണ്ടായത്. അപ്പൊ എന്റെ ഈ നടുവേദനയ്ക്ക് ഈ തേയ്മാനത്തിന് എനിക്ക് ഒത്തിരി മാറ്റം വന്നു. കാരണം എനിക്ക് ഇന്ന ഒരു 4 വർഷമായിട്ട് എനിക്കിപ്പോ നടുവേദന നമ്മുടെ ആശുപത്രി പോകേണ്ട വന്നിട്ടില്ല. ഒരു ട്രീറ്റ്മെന്റും ചെയ്യേണ്ട ഇത് വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും രീതിയിലൊക്കെ ചെറിയൊരു പെയിനൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ ചാമ്പിത്തൈലും നോവേദന ജെല്ലൊക്കെ എപ്പോഴും ഇരിക്കണ്ടായിരിക്കും. അതൊക്കെ എടുത്ത് തേച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പെയിൻ അങ്ങ് മാറും. അപ്പൊ എനിക്ക് ഈ അടുത്ത ഒരു 2 മാസം ഉപ്പാട് കിട്ടിയൊരു റിസൾട്ടാണ്. ഇതുമൂന്ന് തന്നെ തേയ്മാനമുള്ള ഒരു ചേച്ചിക്ക്, ആ ചേച്ചിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫോണിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ചേച്ചിയുടെ വീട് തൃശ്ശൂരാണ്. അപ്പൊ ആ ചേച്ചിക്ക് ഇങ്ങനെ നടുവേദനയാണ്. 15 വർഷമായിട്ട് നടുവേദന ആയിട്ട് ഇരിക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ആളും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഫോണിലൂടെ പരിചയപ്പെട്ടു, സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, വാക്കുണ്ണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒന്ന് കേട്ട് നോക്ക്. കേട്ട് 2-3 ദിവസം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ മാത്രം മേടിച്ച് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. ആ ചേച്ചി പ്രോഗ്രാം
കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് എന്തൊക്കെ ഞാൻ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ വലിയ സാമ്പത്തികമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് പ്രോഡക്റ്റ് പറഞ്ഞു കൊടുത്തു. ഇത് മേടിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ കൊറിയർ അയച്ചു കൊടുക്കുകയത്. അപ്പൊ അത് മേടിച്ച് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞ് ഇപ്പൊ ഒരു മാസം കഴിച്ചിട്ട് രണ്ടാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉപയോഗിച്ചു തുടങ്ങി കുറച്ചൊക്കെ മാറ്റം വന്നു കഴിഞ്ഞപ്പോ ഒരു മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ ചെറിയൊരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ അമ്മയ്ക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അലർജി അപ്പൊ എന്ത് ഫുഡ് കഴിച്ചാലും ഈ മേല് ചൊറിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ചിക്കൻ ഒഴിച്ച് വേറെ എന്ത് ഇറച്ചി ഐറ്റംസിൽ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ചൊറിഞ്ഞടിക്കും. അതുപോലെ തന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പഴവർഗ്ഗങ്ങൾ മറ്റേ ഈ പൈനാപ്പിളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ കപ്പയൊക്കെ കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. കൊതിയാന്ന് പറഞ്ഞ അവരുടെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരൊന്നും കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ഫോണിലൂടെ സംസാരിക്കണുള്ളൂ ഇതുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ വയറ്റിന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരുടെ ഞാൻ പറഞ്ഞു സാമ്പത്തികപരമായിട്ട് അവർക്ക് ഇച്ചിരി ഇതൊക്കെ ഉള്ള കാരണം ഞാൻ ഒരു കുറച്ച് പ്രോഡക്റ്റാ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും അതുപോലെ തന്നെ മോണോപ്രിപ്ലസും പ്രോബയോട്ടിക്കും ഇത്രയും നാലും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്കും നല്ലൊരു മാറ്റമുണ്ട്. അവരിപ്പോഴും കണ്ടിന്യൂ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിസൾട്ട് അതുമ്പോൾ തന്നെ ഇപ്പൊ എന്റെ കൊച്ചിന് എന്റെ വൈഫ് ഹൗസ് കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അവിടെ വെച്ച് ഈ പൊടിയുടെ അലർജിയാണ് എന്തിന്റെ അലർജിയാന്ന് അറിയില്ല, കൊച്ചിന്റെ മേലൊക്കെ ചൊറിഞ്ഞ് തടിച്ച് രാത്രി ആയപ്പോഴത്തേക്കും ചൊറിഞ്ഞാകും മുഖമൊക്കെ നീർക്കോള് കയറി ആകെ പ്രശ്നം. അവിടെ ഒരു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. മേത്ത് പെരട്ടാനുള്ള എന്തെങ്കിലും ഇത് ലോഷൻ എന്തെങ്കിലും തന്നാൽ മതി. അപ്പൊ പറഞ്ഞു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ക്യാപ്സൂൾ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് രണ്ടും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ലോഷൻ തന്നു. അത് കൊണ്ട് തേച്ചിട്ടൊന്നും മാറണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടില് അപ്പൊ അവിടെ പിറ്റേ ദിവസം രാത്രി ഇതുപോലെ തന്നെ രാവിലെ ഒന്നും പ്രശ്നമില്ല, രാത്രി ആയി കഴിഞ്ഞാൽ മേലിങ്ങനെ ചൊറിഞ്ഞ് മൊത്തം തടിച്ച് നീര് പോലെ അങ്ങനെ കയറുക. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഞാൻ തൃപ്പൂണിത്തുറ അവനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ ഒരു ക്യാപ്സൂൾ തന്നു. ഞാനിത് പകുതി വീട്ടിൽ വന്നിട്ട് പകുതി കൊടുത്തു. അപ്പൊ ഞാൻ സാമിനെ വിളിച്ചു വെച്ചിട്ട് സ്വാമി പറഞ്ഞു ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആന്റി അലർജിയും അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയറും മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ഒറ്റ പ്രാവശ്യം അവൻ ആ ക്യാപ്സൂളിന്റെ പകുതി കൊടുത്തത്. കാരണം ക്യാപ്സൂൾ കുറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പിള്ളേർക്കൊക്കെ അത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന കാരണം ക്യാപ്സൂളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സൈഡ് എഫക്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും മരുന്ന് അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും മാത്രമേ കൊടുത്തുള്ളൂ. അത് രണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോ കൊച്ചിന്റെ ആ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പയ്യെ മാറി. ഒരു കുഴപ്പമില്ല. അങ്ങനെ നല്ലൊരു റിസൾട്ട് കിട്ടി എനിക്ക്. പിന്നെ പറ്റുപറ്റത്തൊരു ബായിക്ക് പുള്ളിക്ക് മൂത്ര സംബന്ധമായ പ്രശ്നം, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ആ ബായിക്ക് ഞാൻ യൂറിഫിൽസ് ലിക്വിഡും ക്യാപ്സൂളും കൊടുത്തു. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണാന്ന് പറഞ്ഞു. ഞാൻ ബായിക്ക് ആരോഗ്യക്കുറവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കവചപ്രാശവും അതുപോലെ തന്നെ സ്പൈർണ ഗോൾഡും കൊടുത്തു കഴിഞ്ഞപ്പോ ആ ബായി അത് കഴിച്ചു കഴിഞ്ഞപ്പോ ആ ബായിൽ നിന്ന് എനിക്കൊരു 3-4 ബായിമാർക്ക് പ്രൊഡക്റ്റ് മേടിച്ചു കൊടുക്കാനുള്ള ഒരു ബിസിനസ് ഒക്കെ നമുക്ക് ആ ബായി പിടിച്ചു തരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് റിസൾട്ട്. ഇനി ഇഷ്ടംപോലെ റിസൾട്ട് ഉണ്ട്. ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ഞാൻ തിരക്കുള്ളത് കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ എന്നെ ഈ അവസരം പരിചയപ്പെടുത്ത രാജു കോയിക്കൽ സ്വാമിക്ക് ഞാൻ സ്വാമികളൊക്കെ എന്തോരും ഇത് പറഞ്ഞാൽ നമുക്ക് തീരില്ല. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറാണ്ടിരുന്ന ഒരു അസുഖം ഒരു ദൈവാധീനം പോലെ ഒരാളെ പരിചയപ്പെടുക. എനിക്ക് സ്വാമിയുടെ നമ്പർ തന്നെ കിട്ടിയത് തന്നെ ഒരു പ്ലസ് ബോഡിന്ന് കിട്ടിയതാണ്. അതാണ് നമ്മൾ ദൈവത്തെ കണ്ട ആളുകൾ ആരുമില്ല. ദൈവം എന്ന് പറഞ്ഞ ഒരു ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിമിത്തമാണ്. കാരണം ചിലപ്പോൾ അത് മനുഷ്യരൂപത്തിലൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് നല്ലൊരു വഴി കാണിച്ചു തരും. അവരെയൊക്കെ നമ്മൾ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിലേക്ക് വന്ന എഴഞ്ഞു പോകണോ അതോ നടന്നു പോകണോ പറന്നു പോകണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനം. അത് ഓടി